വിശുദ്ധ ഖുർആൻ 3 തരം ആത്മാക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. നഫ്സുൻ അമ്മാറ, തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആത്മാവ്. നഫ്സുൻ ലൗവാമ, ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധം വെച്ചു പുലർത്തുന്ന ആത്മാവ്. മൂന്നാമസുൻ മുത്മയിന്ന, ഒരു തെറ്റും ചെയ്യാതെ കൃത്യമായ ശാന്തത കളിയാടുന്ന ആത്മാവ്. നഫ്സുൻ അമ്മാറ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനോട് നിരന്തരമായി ഇത്തരം ആത്മാവ് തിന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. സൂറത്തുൽ ഖിയാമയിലെ 2-ാമത്തെ ആയത്തിലാണ് നഫ്സുൻ ലവ്വാമയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു. പാപങ്ങൾ ചെയ്യുകയും ആ പാപത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാവുകയും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്ന ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്താണ് നഫ്സുൻ മുത്മഇന്നയെ കുറിച്ച് പറയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മാനുഷികമായ എല്ലാ പോരായ്മകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ നന്മകൾ മാത്രം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. ഫ്രോയിഡിന്റെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന മനസ്സിന്റെ 3 തലങ്ങളെ നഫ്സുൻ അമ്മാറ, നഫ്സുൻ ലവ്വാമ, നഫ്സുൻ മുത്മയിന്ന എന്ന നിലക്ക് വ്യാഖ്യാനിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമികമായിട്ടോ ശാസ്ത്രീയമായിട്ടോ അത് അത്ര തെളിയിക്കപ്പെട്ടിട്ടൊന്നും ഇല്ല എങ്കിലും പഠന വിധേയമാക്കേണ്ടുന്ന ഒന്നാണ് ഈ 3 അവസ്ഥകൾ.